എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETF മാർക്കറ്റിൽ എല്ലാ വിധത്തിലുള്ള ഷെയറുകളും ട്രേഡ് ചെയ്യുന്നത് പോലെ ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്നതാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. മാർക്കറ്റ് സമയത്ത് രാവിലെ 9:30 മുതൽ 3:30 വരെയുള്ള മാർക്കറ്റ് സമയങ്ങളിൽ നമുക്ക് വാങ്ങാനും വിൽക്കുവാനും സാധിക്കും. എന്നാൽ ആ റിയൽ ടൈമിലുള്ള വാല്യൂല് വാങ്ങാനും റിയൽ ടൈമിലുള്ള വാല്യൂല് നമുക്ക് വിൽക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നത്. മ്യൂച്വൽ ഫണ്ടുകൾ പോലെ ഇതൊരു ആക്റ്റീവ് മാനേജ്മെന്റ് ചെയ്യുന്ന ഫണ്ടുകളല്ല, ഇൻസ്റ്റഡ് ഇതൊരു പാസീവ് ഫണ്ടാണ്. അതായത് ഇതൊരു ആക്റ്റീവ് ഫണ്ട് മാനേജേഴ്സ് ഓരോ സമയം ഇരുന്ന് പോർട്ട്ഫോളിയോനെ മാറ്റുകയോ സ്റ്റോക്കുകൾ മാറ്റുകയോ ചെയ്യുന്നില്ല. ഇത് ഏതാണോ ഇൻഡെക്സ് ആ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ETF ആണ് നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് മാർക്കറ്റിൽ ഒട്ടനവധി ETF ഉണ്ട്. പക്ഷേ ETF വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വൺ ഓഫ് ദ പാരാമീറ്റേഴ്സ് ആണ് ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത്. സോ കൃത്യമായി പ്ലാൻ ചെയ്ത് നല്ല ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തിട്ട് കൃത്യമായി നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത്ര ETF വാങ്ങി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. എന്നാൽ ETF വാങ്ങുന്ന സമയത്ത് നമുക്ക് ETF-നെ ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങുവാനും ഹയസ്റ്റ് വിലയിൽ അതിനെ വിൽക്കുവാനും സാധിക്കണം. ഇത് ETF സംബന്ധിച്ചിടത്തോളം നമുക്ക് ലാഭമുണ്ടാക്കാനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മിക്ക ആളുകൾക്കും എങ്ങനെ ഡിസ്കൗണ്ട് പ്രൈസിൽ ETF വാങ്ങാം എന്നുള്ളത് അറിയാതെ ETF വാങ്ങുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം, നമ്മൾ വളരെ വലിയൊരു ലോസ് നമ്മുടെ പ്രോഫിറ്റിൽ നമ്മൾ കുറക്കുന്നു അല്ലെങ്കിൽ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ഇത് കുറക്കാനായിട്ട് പറ്റും. ഇതിനുള്ള ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റീവ് NISന്റെ അടുത്ത് വരുന്ന ETF വാങ്ങിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് ഞാൻ ഇൻഡിക്കേറ്റീവ് NAV എന്താന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഒരു എക്സാമ്പിൾ സഹിതം പറയാം. അതായത് ETF വാങ്ങുമ്പോൾ നമ്മൾ ഏത് സ്റ്റോക്ക് ബ്രോക്കർ ആണോ ഉപയോഗിക്കുന്നത് ആ സ്റ്റോക്ക് ബ്രോക്കറിന്റെ ആപ്ലിക്കേഷൻസിൽ ആ ETF-ന്റെ വാല്യൂ റിയൽ ടൈമിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണിക്കും അല്ലെ. നമ്മൾ നോർമലി ആ വാല്യൂവിൽ പോയി ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് ആവശ്യപ്പെട്ട ETF ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വാങ്ങുന്നു. പക്ഷേ ഒരുപക്ഷെ നമ്മൾ വാങ്ങുന്ന വാല്യൂ ആയിരിക്കില്ല അതിൻ്റെ കൃത്യമായ വാല്യൂ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണ സഹിതം പറയാം. നമ്മളൊരു സ്ഥല കച്ചവടത്തിന് ഇറങ്ങുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. നമ്മളെ കയ്യിൽ ഒരു ലാൻഡ് ഉണ്ട്, നമുക്കത് വിൽക്കണം. നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നു, ആ സ്ഥലത്തിന് 1 സെന്റിന് നമ്മൾ 3 ലക്ഷം രൂപ ചോദിക്കുന്നു എന്ന് വിചാരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം 3 ലക്ഷം രൂപക്ക് ഒരാൾ ആ സാധനം എടുത്തു കഴിഞ്ഞാൽ, ആ ലാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലാഭമാണ്, ഞാൻ പ്രോഫിറ്റാണ്. പക്ഷെ ഞാൻ സ്ഥലം വാങ്ങുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരാൾ, ഞാൻ സ്ഥലം വാങ്ങുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം 3 ലക്ഷം രൂപ സ്ഥലത്തിന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ സ്ഥലം വില കൂടുതലാണ്, എനിക്ക് പറ്റില്ല, എനിക്ക് അത്രയും അത് ആ 3 ലക്ഷക്കുള്ള വർത്ത് ഇല്ലാന്ന് തോന്നും. അപ്പൊ ചിലപ്പോൾ നമ്മൾ പറയും ഞാനൊരു 2.50 തരാം അല്ലെങ്കിൽ 2.80 തരാം നമ്മൾ പറയും. അപ്പൊ നമ്മൾ വാല്യൂ കുറച്ച് വാങ്ങിക്കാനാണ് നോക്കുന്നത്. അപ്പൊ 2.50 പറഞ്ഞു, അപ്പുറത്ത് നിൽക്കുന്ന സെല്ല് ചെയ്യുന്ന ആള് 2.50 സമ്മതിച്ചാല് ഇത് നമുക്ക് നല്ല വാല്യൂവിന് ആ സ്ഥലം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ETF ട്രേഡ് ചെയ്യുന്നത്. വാങ്ങിക്കുന്ന ആളുകളുണ്ട്, വിൽക്കുന്ന ആളുകളുണ്ട്. വാങ്ങിക്കുന്ന ആളുകൾ അവര് കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാൻ നോക്കും, വിൽക്കുന്ന ആളുകൾ കൂടിയ വിലക്ക് വിൽക്കാൻ നോക്കും. പക്ഷേ വാങ്ങിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറഞ്ഞ വിലയിൽ എവിടെയാണോ കിട്ടുന്നത് അതായിരിക്കും അയാൾ വാങ്ങിക്കുക. അയാൾക്ക് ആ സാധനം ആവശ്യമുണ്ട്, ആ സ്ഥലം അയാൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ ഷെയർ അയാൾക്ക് ആവശ്യമുണ്ട്. പക്ഷെ അയാൾക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടാൻ വേണ്ടി അയാൾ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഡിസ്കൗണ്ട് പ്രൈസിലാണോ എന്ന് അറിയാൻ നമ്മളെ സഹായിക്കുന്ന ETF-നെ സഹായിക്കുന്ന ഒരു പാരാമീറ്റർ, ഒരു ടെക്നിക്കൽ പാരാമീറ്റർ ആണ് ഇൻഡിക്കേറ്റീവ് NAV. ട്രേഡിംഗ് ചെയ്യുന്നവർ അതിനെ ഇൻട്രാഡേ NAV എന്നും വിളിക്കാറുണ്ട്. അതായത് നെറ്റ് അസറ്റ് വാല്യൂ ആണ് ഒരു ETF നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറിൽ കാണിക്കുന്ന വാല്യൂ. ആ നെറ്റ് അസറ്റ് വാല്യൂ 400 ആണെന്ന് വിചാരിക്കുക. നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കറിൽ ഒരു ETF-ന് കാണിക്കുന്ന വാല്യൂ 400 ആണെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ NSEയുടെ വെബ്സൈറ്റ് പോയിട്ട് നമ്മൾ വാങ്ങിക്കുന്നതിന് മുന്നേ ഈ ETF-ന്റെ വില ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ INAV, ഇൻഡിക്കേറ്റീവ് NAV ചിലപ്പോൾ കാണിക്കുന്നത് 380 ആയിരിക്കും. അതിന്റെ അർത്ഥം ആ ഷെയറിന് ആ ETF-ന്റെ NAVക്ക് ഇപ്പൊ ഉണ്ടാകുന്ന കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 380 രൂപയാണ് അതിന്റെ ഫെയർ വാല്യൂ, ഡീസന്റ് വാല്യൂ. പക്ഷെ 400 കൊടുത്ത് വാങ്ങിക്കാൻ വരുമ്പോൾ 400 രൂപക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഒരാൾ വിൽക്കാൻ റെഡിയാണ്, 400 രൂപയ്ക്ക് എനിക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പൊ എന്റെ ഇഷ്ടമാണ്
ഞാൻ ഹൈ വാല്യൂ ആയിട്ടുള്ള 400 കൊടുത്ത് വാങ്ങിക്കണോ അതോ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് 350 വാങ്ങിക്കണോ എന്നുള്ളത് എന്തായിരിക്കും ഉചിതമായ തീരുമാനം? കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഉത്തരം അറിയാം. 400 ഞാൻ വാങ്ങിക്കില്ല, 380 385 കിട്ടിയാൽ ഞാൻ വാങ്ങിക്കാം എന്ന് പറയും. അതായത് നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റീവ് NAVയുടെ അടുത്തോട്ട് എപ്പോഴാണോ റിയൽ NAV വാല്യൂ എത്തിച്ചേരുന്നത് ആ സമയത്ത് നമ്മൾ ബൈ ചെയ്യണം. അങ്ങനെ നമ്മൾ ബൈ ചെയ്യിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില സംഭവങ്ങളാണ് സ്റ്റോക്ക് ബ്രോക്കർ ആപ്ലിക്കേഷൻസിലുള്ള ലിമിറ്റ് ഓർഡർ. ഇപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ലിമിറ്റ് ഓർഡർ ഇൻഡിക്കേറ്റീവ് NAVയുടെ അടുത്ത് വെച്ച് നമ്മൾ ETF വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്കൗണ്ട് വിലയിൽ വാങ്ങിക്കാനും, എന്നാൽ നാളെ നമ്മൾ വിൽക്കുന്ന സമയത്ത് അതിന്റെ വാല്യൂ ഇൻഡിക്കേറ്റീവ് NAVനേക്കാളും കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ വിൽക്കുകയും വേണം. അങ്ങനെ നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ ഹൈ വിലക്ക് വിൽക്കുന്നു, ലോ വിലക്ക് വാങ്ങിക്കുന്നു, നമ്മുടെ പ്രോഫിറ്റ് ഗംഭീരമായിരിക്കും. ഇത് NSEയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. വളരെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വളരെ ക്വാണ്ടിറ്റികൾ ETF വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഇതുണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കും. ശ്രദ്ധിച്ച് വാങ്ങിക്കണം. ഓരോ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഗൂഗിളിൽ പോവാ. ഗൂഗിളിൽ നമ്മൾ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വെബ്സൈറ്റിൽ പോവാണ്. അതിന് NSE നടിക്കുക, സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് വരുന്ന ലിങ്ക് NSE ഇന്ത്യയുടെ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ലിങ്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഹോം പേജ് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ സെർച്ച് ബൈ കമ്പനി എന്നുണ്ടാവും. അവിടെ നമ്മുടെ ഏത് ETF ആണോ അതിന്റെ പേര് നമ്മൾ അടിക്കുക. നമ്മുടെ ഡിസ്കൗണ്ട് ബ്രോക്കറിൽ അതിന്റെ പേര് കാണാൻ പറ്റും. നിഫ്റ്റി ബീസ്. ഞാൻ നിഫ്റ്റി ബീസ് ഫസ്റ്റ് എടുക്കുന്നു. അതിനെ സെർച്ച് ചെയ്യണമെങ്കിൽ നിഫ്റ്റി ബീസ് എന്ന് അടിക്കുന്നു. എനിക്കത് ഇവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. പേജ് ലോഡായി വന്നു. പേജ് ലോഡായി വന്നതിന് ശേഷം ഇനിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഡിസ്കൗണ്ട് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്കറിയാം മാർക്കറ്റില് ETF കമ്പനികളുടെ ഷെയറുകളായിരുന്നാലും അത് ട്രേഡ് ചെയ്യുന്നുണ്ട്. അത് ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാല് അത് ബൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതാണ് ഈ ബൈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നത്, ബൈ ക്വാണ്ടിറ്റി. അതേപോലെ തന്നെ സെല്ല് ക്വാണ്ടിറ്റി. എത്ര ആൾക്കാരാണ് അത് സെല്ല് ചെയ്യാൻ എത്ര ഷെയറുകൾ അല്ലെങ്കിൽ എത്ര യൂണിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സെൽ ക്വാണ്ടിറ്റി എന്നും, എത്ര ആൾക്കാർ അത് ബൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബൈ ക്വാണ്ടിറ്റി എന്നും പറയും. ബൈ ചെയ്യുന്ന ആളുകൾ ബൈ ചെയ്യുന്ന ഒരു വില ചോദിക്കും. സെല്ല് ചെയ്യുന്ന ആളുകൾ സെല്ല് ചെയ്യുന്ന ഒരു സെൽ പ്രൈസുമാണ് ചോദിക്കുന്നത്. ബൈ ചെയ്യുന്ന ആളുകൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി, അവർ ബൈ ചെയ്യുന്ന റേറ്റ്. സെല്ല് ചെയ്യുന്ന ആള് എത്രക്കാണോ സെല്ല് ചെയ്യുന്നത് അതിന്റെ ക്വാണ്ടിറ്റി ചോദിക്കും. എപ്പോഴും സെല്ല് ചെയ്യുന്ന ഒരാളുടെ ഉദ്ദേശം എന്താണ്? അയാൾക്ക് കൂടുതൽ വില കിട്ടണം എന്നുള്ളതാണ്. ബൈ ചെയ്യുന്ന ആളുടെ ഉദ്ദേശം എന്താണ്? ഏറ്റവും കുറവ് വില കിട്ടണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവിടെ നോക്കാം. ഇതിൽ നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്കറിയാം ഇവിടെ നിഫ്റ്റി ബീസ് കാണിക്കുന്നുണ്ട്. ആ നിഫ്റ്റി ബീസ് സെല്ല് ചെയ്യുന്ന ഒരാൾ സെറ്റ് ചെയ്തിരിക്കുന്ന വിലയാണ് 283.30. അതാണ് ഇതിന്റെ NAV, ആ ഡേ ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇതേ സംഭവം ആലോചിക്കുക. 283.30. നമ്മൾ കുറച്ചും കൂടി താഴോട്ട് വന്നാൽ ഇവിടെ നമുക്ക് പ്രൈസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാൻ പറ്റും. പ്രൈസ് ഇൻഫർമേഷൻ. ഈ പ്രൈസ് ഇൻഫർമേഷൻ ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ INAV എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വാല്യൂ കാണും. കണ്ടോ? INAV. അതാണ് ഇൻഡിക്കേറ്റീവ് NAV എന്ന് പറയും, അല്ലെങ്കിൽ ഇൻട്രാഡേ NAV എന്ന് പറയും. എന്താണെങ്കിലും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 283.97 ആണ്. അതായത് ഈ ETF കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഫെയർ വാല്യൂ, അതിന്റെ നീതിപരമായ വാല്യൂ എന്ന് പറയുന്നത് 282.97 ആണ്. പക്ഷെ ആ സംഭവത്തിന് മാർക്കറ്റിൽ ഇപ്പൊ ആളുകൾ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 283.30 ആണ്. അതായത് 282.97 ഉണ്ടായിരുന്ന ഒരു സാധനത്തിന് ഇപ്പൊ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 283.30, അതായത് 33 പൈസ കൂടുതലായിട്ട് ചോദിക്കുന്നു. ഇനി വാങ്ങിക്കുന്ന എന്റെ ഇഷ്ടമാണ്, ഞാൻ 33 പൈസ കൊടുത്ത് ഒരു യൂണിറ്റ് വാങ്ങിക്കണോ, എക്സ്ട്രാ 33 പൈസ കൊടുത്ത് ഒരു യൂണിറ്റ് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത്. അപ്പൊ ഈ INAVയുടെ വാല്യൂ ഈ മുകളിൽ കാണിച്ചിട്ടുള്ള NAVയുടെ വാല്യൂ ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത് വരണം. അങ്ങനെ വരുമ്പോഴാണ് ആ ETF നമ്മൾ കറക്റ്റ് വിലക്ക് വാങ്ങിക്കുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ കൂടുതൽ വാല്യൂ കൊടുത്ത് നമ്മൾ ETF വാങ്ങും, നമുക്ക് നഷ്ടം കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ETF നോക്കാം. ഞാനിവിടെ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ട് ഇവിടെ കാണാൻ പറ്റും ജൂനിയർ ബീസ്. നമുക്കറിയാം ലാർജ് ക്യാപ്പിൽ നിഫ്റ്റി 50 കഴിഞ്ഞാൽ അടുത്തത് വരുന്ന ഒരു ഇൻഡെക്സ്, ഒരു ETF ആണ് നിഫ്റ്റി ജൂനിയർ. അതായത് 51 കമ്പനികൾ തൊട്ട്
100 കമ്പനികൾ വരെ വരുന്ന സംഭവം. ഇതിൽ ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ NAV എന്ന് പറയുന്നത് 728.17 ആണ്. ഇതാണ് നിങ്ങളെ സ്റ്റോക്ക് ബ്രോക്കറിൽ നിങ്ങൾ കാണുന്ന വാല്യൂ. പക്ഷേ ഈ ETF-ന്റെ റിയൽ വാല്യൂ പ്രൈസ് ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ റിയൽ വാല്യൂ എന്ന് പറയുന്നത് 727.15 ഉള്ളൂ. ആ സാധനത്തിന് 728.17 ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള വാല്യൂവിനേക്കാളും എന്ത് സംഭവിക്കുന്നു? 728 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹1 അധികം ചോദിക്കുന്നു എന്നർത്ഥം. അപ്പൊ നമുക്ക് ഡിസൈഡ് ചെയ്യാം, ഞാൻ ₹1 എക്സ്ട്രാ കൊടുത്തിട്ട് ഈ ETF വാങ്ങണോ? 727 രൂപയുള്ള ഈ ETF-നെ ഞാൻ 728 രൂപ കൊടുത്ത് വാങ്ങണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ₹1 വ്യത്യാസമാണ് ഒരു യൂണിറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അപ്പൊ ആ വ്യത്യാസം കുറച്ച് വരുന്ന സമയത്താണ് നമ്മൾ ETF വാങ്ങേണ്ടത്, കൂടുതൽ നിൽക്കുന്ന സമയത്തല്ല. നമുക്ക് വേറൊരു ETF കൂടി നോക്കാം. MFANG ETS, മിറായ അസറ്റ്സിന്റെ NYC FANG ETF എന്ന് പറയും. ഈ NYC FANG ETF-ന്റെ വളരെ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം വരാതെ ETF വാങ്ങുന്ന വഴിയാണ് പറയുന്നത്. 152.67 ആണ് ഇപ്പത്തെ അതിന്റെ നെറ്റ് അസറ്റ് വാല്യൂ. പക്ഷേ അതിന്റെ ഫെയർ വാല്യൂ, അതിന്റെ മാർക്കറ്റ് വാല്യൂ ആണ്. മാർക്കറ്റിലുള്ള ഒരു സാധനം ആയിരിക്കണം എന്ന്, മാർക്കറ്റിലുള്ള വാല്യൂ ആയിരിക്കണം എന്നുള്ള അതിന്റെ കറക്റ്റ് വാല്യൂ. ഇപ്പൊ അതിന്റെ കറക്റ്റ് വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 125.63 ആണ് അതിന്റെ INAV, ഇൻഡിക്കേറ്റീവ് NAV. അതായത് 125 രൂപയുള്ള ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കുന്നത് 152 രൂപ കൊടുത്തിട്ടാണ്. അതായത് 27 രൂപയാണ് ഒരു യൂണിറ്റിന് അധികം കൊടുക്കുന്നത്. അത് വലിയ വ്യത്യാസമാണ്. നിങ്ങൾ ഒരു യൂണിറ്റിന് 27 കൊടുക്കുക, നിങ്ങൾ 100 യൂണിറ്റ് വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 2700 രൂപ അയാൾ എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഒരു സാധനം വാങ്ങിക്കുന്നത്. നമ്മുടെ പ്രോഫിറ്റിന് നമ്മളത് കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി ശ്രദ്ധിക്കേണ്ട കാര്യം, NAV-യും INAV-യും അടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കണം. പക്ഷെ ഈ സമയം എന്ന് പറയുന്നത് NAV കൂടുതലാണ്. പക്ഷെ വിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ലാഭമാണ്. കാരണം അതിന്റെ റിയൽ പ്രൈസ് എത്രയേ ഉള്ളൂ? 125 ഉള്ളൂ. പക്ഷെ ഞാൻ വിൽക്കുന്ന വാല്യൂ എത്രയാണ്? 152 ആണ്. വിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗുഡ് ഡീലാണ്. പക്ഷെ വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെറിയ വിലയുള്ള സ്ഥലത്തിന് വലിയ വില കൊടുത്ത് സ്ഥലം വാങ്ങിക്കുന്ന അതേ അവസ്ഥ തന്നെയാണ്. ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. NAV വാല്യൂ എന്ന് പറയുന്നത് വാങ്ങിക്കേണ്ട വാല്യൂ അല്ല, വിൽക്കേണ്ട വാല്യൂ ആണ്. എന്നാൽ വാങ്ങിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റീവ് NAV ആണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ NAV ഇൻഡിക്കേറ്റീവ് NAV-യുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ട് ആ ETF-നെ വാങ്ങിക്കുക. എന്നാൽ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് നോക്കണം, എപ്പോഴാണോ അതിന്റെ വാല്യൂ INAV-നേക്കാളും കൂടി പോകുന്നത് ആ സമയത്ത് വിൽക്കാനും ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മൾ NYC FANG ETF കണ്ടു, 27 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ വിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർ ഡീലാണ്. പക്ഷെ വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല ഡീലല്ല. കാരണം 27 രൂപ ഒരു യൂണിറ്റിന് അധികം കൊടുത്താണ് ആൾ വാങ്ങിക്കുന്നത്. നോട്ട് എ ഗുഡ് ഡീൽ. ആ സമയത്ത് ആള് വെയിറ്റ് ചെയ്യണം. എപ്പോഴാണോ ആ ഡിഫറൻസ്, നമുക്ക് ഒരു പീരീഡ്, അതായത് ഒരു 1 ഇയർ 2 ഇയറിലെ ഡാറ്റ ഒക്കെ എടുത്ത് അനലൈസ് ചെയ്യാൻ പറ്റും. അനലൈസ് ചെയ്തിട്ട് ആ ഡിഫറൻസ് എപ്പോഴാണോ കുറഞ്ഞു വരുന്നത്, ആ ഡിഫറൻസിന്റെ വാല്യൂ കുറഞ്ഞു വരുന്ന സമയത്ത് ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ട് NYC FANG ഇൻഡെക്സുകൾ ട്രാക്ക് ചെയ്യുന്ന ETF-കൾ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഒരു ETF കുറഞ്ഞ വിലക്ക് വാങ്ങുകയും എന്നാൽ കൂടുതൽ വിലക്ക് വിൽക്കുകയും അതുവഴി നമുക്ക് കൂടുതൽ ലാഭം നേടിയെടുക്കാനായിട്ട് സാധിക്കും, കൂടുതൽ റിട്ടേൺ, കൂടുതൽ പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ ETF-കൾ വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും കിട്ടി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമന്റ്സുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ്സ് ആയിട്ട് ചേർക്കുക. അതേപോലെ തന്നെ ആവശ്യമായ എല്ലാ ലിങ്കുകളും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ETF സ്റ്റോക്സുകൾ വാങ്ങിക്കാൻ ആവശ്യമായ എല്ലാ വീഡിയോ ലിങ്കുകളും വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നിട്ടും കണക്ട് ചെയ്യാനുള്ള വാട്സപ്പ് സപ്പോർട്ടും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.